السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഈ പരിശുദ്ധമായ രാവ്, ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവ് കയറി വന്ന ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തമാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. അതിൻ്റെ ആദ്യ 10 ദിവസങ്ങളാണെന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പൊ എമ്പാടും പോരിശയാണ്. മാത്രമല്ല, ഒരു അമൽ ചെയ്യുന്നതിൽ, ഒരു ദിക്ർ ചൊല്ലുന്നതിൽ, ഒരു തസ്ബീഹ് ചൊല്ലുന്നതിൽ, ഒരു സ്വലാത്ത് ചൊല്ലുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏത് ദിവസങ്ങളാണ്? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ രാവിൽ ചൊല്ലുന്ന ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, നന്മകളാണ് എന്നും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നുണ്ട്. ഈ രാവിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവ് മുതൽ അതിന്റെ മാറ്റുകൂടുന്നത് ഓരോ രാവിനും ലൈലത്തുൽ ഖദറിന്റെ രാവിനോട് കടപിടിക്കുന്ന മഹത്വമാണ്. ഓരോ പകലിനും 1000 ദിവസത്തിന്റെ പകലിന്റെ മഹത്വമാണ് എന്നും ഹദീസിന്റെ കിതാബിൽ കാണാം. അങ്ങനെ എമ്പാടും പോരിശ മഹത്വങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു പരിശുദ്ധ രാവാണ്. ഈ രാവിൽ ദിക്റുകൾ ചൊല്ലാൻ പറ്റുക, മജ്ലിസിൽ പങ്കെടുക്കാൻ പറ്റുക, നന്മകൾ ചെയ്യാൻ പറ്റുക, കേൾക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അള്ളാഹു മഹാഭാഗ്യം കൊടുക്കുന്നവർക്ക് മാത്രം സെലക്റ്റഡായി അള്ളാഹു കൊടുക്കുന്ന നിഅമത്താണ്. അതുകൊണ്ട് ഓർമ്മ വേണം. ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവിൽ ആദ്യം തന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്റിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹു അക്ബർ اللهم هله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير آمنت بالله الذي خلقك آمنت بالله الذي خلقك آمنت بالله الذي خلقك الحمد لله الذي ذهب بشهر ذي القعدة وجاء بشهر ذي الحجة تقبل الله. അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു മാസം മുഴുവനും ഖൈറും ബറക്കത്തും നിഅമത്തുകളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാൻ ഈ ദുആ കാരണമാകുന്നത് പോലെ അള്ളാഹു നമുക്കും അതൊരു കാരണമാക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ അതിന്റെ ആദ്യത്തെ രാവിൽ നമ്മൾ ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. എന്തൊരു പോരിശയാണെന്നറിയോ ഇന്നത്തെ രാവിലെ അത് ഓതിയാൽ? ഒരു ആയത്ത് ഒരു ദിവസത്തിന് മതിയാവും. അങ്ങനെ 30 ആയത്തുകളുള്ള ഈ പരിശുദ്ധമായ സൂറത്ത് ദുൽഹിജ്ജ മാസം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ റാഹത്തും വലിയ റാഹത്തും സന്തോഷം ഉണ്ടാകാൻ, നമ്മുടെ ഇടപാടുകളെല്ലാം ഹൈറായി കിട്ടാൻ, എല്ലാ ആഫത്ത് മുസീബത്തുകൾ അപകടങ്ങളെ തൊട്ട് ഹിഫ്ളുണ്ടാകാൻ, പ്രൊട്ടക്ഷൻ കിട്ടാൻ എല്ലാം കാരണമാകും ഈ ചെറിയ സൂറത്ത്. 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം പാരായണം ചെയ്താൽ നമുക്ക് ആ സൂറത്ത് നോതാം. എല്ലാവരും തെറ്റുകൂടാതെ നോക്കി കൃത്യമായി അതിൻ്റെ ഓരോ ഹർഫുകളും ശ്രദ്ധിച്ച് എൻ്റെ കൂടെ പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير
إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن
يأتيكم بماء معين صدق الله مولانا العظيم. ഇനി പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് നിഅമത്തുകൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു എന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ഓഫർ തന്നെയാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറിയിട്ട്, മാനസികമായ ഡിപ്രഷൻ, ടെൻഷനൊക്കെ മാറിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം തരാൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീക്കിയിട്ട്, സാമ്പത്തികമായി ഞെരുക്കങ്ങൾ മാറിയിട്ട്, ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് റാഹത്താകാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ഖുർആനിന്റെ 89ാമത്തെ സൂറത്താണ്. ചെറിയ കുഞ്ഞു ആയത്തുള്ള 30 ആയത്തുള്ള 1 മിനിറ്റ് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഓതാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭമായ സൂറത്താണ്. ആ സൂറത്ത് 1 മുതൽ 13 വരെ, ദുൽഹിജ്ജ 13 വരെ ഓതൽ പ്രത്യേകം പുണ്യമാണ്. അത് ഈ ഒരു മാസക്കാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്താൽ ഒരുപാട് ഖൈറും ബറക്കത്തും അല്ലാഹു നൽകും. ആ സൂറത്താണ് പോരിശേറിയ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ ആണ് ഇനി നമ്മൾ ഓതാൻ പോകുന്നത്. എല്ലാവരും കൂടെ തെറ്റുകൂടാതെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ وليال عشر والسفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله مولانا العظيم തഖബ്ബൽ അല്ലാഹ് ബാറക അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് 2 ചെറിയ ആയത്താണ്. പടച്ചോനെ, അതിന്റെ പോരിശ പറഞ്ഞാൽ തീരൂല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതുകൊണ്ട് തുറന്നു നൽകാമെന്ന നിഅമത്ത് എന്താണെന്നറിയോ? കയ്യിൽ ചില്ലിക്കാശ് പോലും ഇല്ലെങ്കിലും അടുത്ത വർഷം തന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകാൻ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കാൻ, അത് അത്ര എഫക്റ്റീവായി, അത്ര ആത്മാർത്ഥമായി ഇഖ്ലാസോടെ പാരായണം ചെയ്താൽ ആ ഒരു ഭാഗ്യം കിട്ടും. ദുൽഹിജ്ജ 1 മുതൽ 13 വരെ മസ്റ്റായിട്ടും വേണം. 8 മുതൽ ദുൽഹിജ്ജ 8ന്റെ അന്ന് 9, 10,
11, 12, 13 ആ ദിവസങ്ങളിൽ ഒന്നുകൂടെ ശക്തിയായിട്ട് നമ്മൾ പാരായണം ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മാസം കണ്ടിന്യൂ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 100 ഖിയാമത്ത് നാൾ ഇട്ടുതരും. ആ 100 കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാം. അങ്ങനെ പോരിശുകളുടെ പേമാരി വർഷിക്കുന്ന പരിശുദ്ധമായ സൂറത്ത് ആലി ഇംറാനിന്റെ 96, 97 ആയത്തുകൾ നമുക്കൊന്ന് ഓതാം. എല്ലാവരും തെറ്റുകൂടാതെ എൻ്റെ കൂടെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين തഖബ്ബൽ അല്ലാഹ് സ്വദഖല്ലാഹു മൗലാനൽ അലീം ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ള എന്താണെന്നറിയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ എനിക്ക് ദുആക്ക് ഇജാബത്തുള്ള ഒരാളാകാൻ എന്താ മാർഗം? ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ഇജാബത്ത് കിട്ടണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു വഹീകരിച്ച് എന്താണെന്നറിയോ? ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലു ദിക്ർ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഓതിക്കോളി, ചൊല്ലിക്കോളി. എന്നാൽ ഇജാബത്ത് എന്ത് ചോദിച്ചാലും കിട്ടുമത്രേ. അപ്പൊ അഫ്ളലു ദിക്ർ അത് മാറ്റിവെക്കാൻ പറ്റൂലല്ലോ. ആ ദിക്റാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. ഫഅലമന്നഹു അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 തഖബ്ബൽ അല്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാലോ, 10 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയവർക്ക് ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ വീട് അല്ലാഹു നിർമ്മിക്കും. 10 സൂറത്തുൽ ഇഖ്ലാസ്. അടുത്ത 10നോ അടുത്ത സ്വർഗ്ഗത്തിൽ കൊട്ടാരം വീട് അല്ലാഹു സെറ്റപ്പ് ചെയ്യും നോർമൽ ദിവസങ്ങളിൽ. അപ്പോൾ അല്ലാഹുവിനെ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം, ഒരു ദിവസത്തിന് ഒരു രാവിന് ലൈലത്തുൽ ഖദറിന്റെ രാവിന്
രാവിന്റെ പൂരിശ കിട്ടുന്ന രാവാണല്ലോ ഇത്, ഇനിയുള്ള രാവുകൾ. അപ്പൊ ഈ രാവിലെ ഓതിയാലോ ഈ പകലിൽ ഓതിയാലോ എത്ര പൂരിശ ഉണ്ടാവും. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം നമുക്ക് കഴിവിന്റെ പരമാവധി ഒരു ദിവസത്തിൽ 200 നമ്മൾ പൂർത്തീകരിക്കണം. 200 നമ്മൾ ബറക്കത്തിന് വേണ്ടി ഓതുകയാണ്. എല്ലാവരും അതിൽ തെറ്റുകൂടാതെ പങ്കാളിയാവുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹു മൗലാനൽ അലീം. ബാറക്കല്ലാഹു ലനാ വലക്കും ബിൽ ഖുർആനിൽ അലീം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഹജ്ജിന് നമ്മളെ വിശ്വാസികളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ വിളിച്ച ആളാരാ? വാങ്കുവിളിച്ച ആള് സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തു മിഅ്റാജിന്റെ രാവിൽ. അപ്പോൾ ആകാശ ലോകത്ത് വെച്ച് അവിടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇബ്രാഹിം നബി പുണ്യ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇത് തങ്ങളുടെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കിൻ, അതവർ ചൊല്ലട്ടെ. ആ പരിശുദ്ധമായ തസ്ബീഹ കൊണ്ട് തീർച്ചയായും ഒരു വട്ടം ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വൃക്ഷം, ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കും. 100 ചൊല്ലിയാൽ 100 വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവെ നമ്മുടെ വലിയൊരു എസ്റ്റേറ്റ്, വലിയൊരു തോട്ടം തന്നെ ഈ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഈ തസ്ബീഹ് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയത്. ഹജ്ജിന്റെ കൂലി കിട്ടും അത്രേ. കിടക്കാൻ നേരത്ത് ഇത് ഒരു വട്ടം ചൊല്ലിയാൽ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ വാക്ക് ഈ 4 വാക്കാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് പല തരത്തിലുമുള്ള മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടാവും, പല നിലക്കും ബാധിച്ചിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയ ബാധ്യതകൾ, കിട്ടാനുള്ള ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ വീട്ടിൽ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറുക. അല്ലാഹുവേ, എത്ര രോഗങ്ങളാ ഒറ്റ വാക്കിൽ മാറാൻ പോകുന്നത്. ആ ദിക്കൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്വർഗത്തിന്റെ നിധിയുടെ കഷണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കറാണ് ഈ ദിക്കർ. ഇങ്ങനെ ചൊല്ലിയത് ആദ്യമായി സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ്. ഒരുപാട് പോരിശയുണ്ട്. ആ ഒരു തസ്ബീഹാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് സ്വലാത്തുകളാണ്. എമ്പാടും പോരിശേറിയ സ്വലാത്ത്, ഒരുപാട് നിഅമത്തുകൾ നമുക്ക് കിട്ടാൻ പോകുന്ന, ഖൈർ കിട്ടാൻ പോകുന്ന, ചൊല്ലുന്നവർക്കും കുടുംബത്തിലും ഐശ്വര്യം ബറക്കത്തുണ്ടാകാൻ പോകുന്ന സ്വലാത്തുകളാണ്. തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബ് وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന, വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അവ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000 സ്വലാത്തിൻ്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് വഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, 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 اللهم صل على النور واهلي، 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 اللهم صل على النور واهله. തഖബ്ബലല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹയുടെ ദുആ ചെയ്യാം. ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിയ്യത്ത്? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, കൂട്ടുകുടുംബാദികൾ, മക്കൾ, അയൽവാസികൾ, പിന്നെ നമുക്ക് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവരെല്ലാം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്. അവരെ കൂടെ നമ്മൾ നിയ്യത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക, ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കള്, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കാരണവന്മാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, റബ്ബേ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്.
പടച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ പടച്ചവനെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ എല്ലാവരുടെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ ഖബറിലേക്ക് ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ല റബ്ബേ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹ്. നിന്റെ ദർബാറിലേക്കല്ലാതെ കരങ്ങൾ ഉയർത്താൻ മറ്റിടവും നിങ്ങൾക്കില്ല റബ്ബേ. പടച്ചവരെ ഞങ്ങളോട് പിന്നവായെന്ന് പറയില്ല റബ്ബേ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങള്, വിഷമങ്ങള്, രോഗങ്ങള്, മാനസികമായ ഞെരുക്കങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങൾ റബ്ബേ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് ഞങ്ങള്. ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര് എല്ലാവരുടെ വിഷമവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവരേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, കുടുംബങ്ങൾ, കുടുംബജീവിതം റബ്ബേ മക്കള്, വേണ്ടപ്പെട്ടവര് എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹ്. പടച്ചവരെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കടങ്ങളുള്ളവര്, വീടില്ലാത്തവർ ഒരുപാട് പേരാണ് റബ്ബേ. നിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ ഖൈറും അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാഹ്. അപകടങ്ങളും അപകട മരണങ്ങളും മാരകമായ രോഗങ്ങളും നീ തരല്ലേ അല്ലാഹ്. എല്ലാറ്റിനെ തൊട്ടും നീ കാവൽ തരണേ റബ്ബേ. പടച്ചവരേ ഞങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവര്, ഞങ്ങളേക്കാൾ ചുറുചുറുക്കോട് ആരോഗ്യത്തോട് ഓടി നടന്നവര് പടച്ചവരെ അപകടങ്ങൾ പറ്റിയിട്ട് കൈകാലുകൾ പോലും നാവ് പോലും അനക്കാൻ കഴിയാതെ അല്ലാഹുവേ മയ്യത്ത് പോലെ കിടക്കുന്ന എത്ര പേരാണ്. അല്ലാഹുവേ എത്ര മക്കളാണ്, വിദ്യാർത്ഥികളാണ് റബ്ബേ. അവർക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളുടെ മക്കളും ഞങ്ങളും വാഹനത്തിൽ പോകുന്നവരാണ്. ഞങ്ങളുടെ കുരുന്നു മക്കൾ സ്കൂൾ ബസ്സിൽ പോകുന്നവരാണ് റബ്ബേ. ഞങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്. അല്ലാഹുവേ ഒരു ആഫത്തും മുസീബത്തും തരല്ലേ അല്ലാഹ്. ഒരു കുടുംബത്തിൽ മരണം വരെ കണ്ണീര് കുടിച്ചു കഴിയേണ്ട ഒരു രോഗവും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വാപ്പാക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കാരണവന്മാർ, ഉസ്താദുമാര് റബ്ബേ ആദ്യം സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങളാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് വെയിൽ കൊണ്ടവരാണ്. വാഹനം ഇത്ര സെറ്റപ്പില്ലാത്ത കാലത്ത് ഞങ്ങളെ തോളിലെടുത്തു വെച്ച് കിലോമീറ്റർ ഓടിപ്പോയവരാണ്, നടന്നവരാണ്. കരണ്ടില്ലാത്ത കാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളെ പോറ്റിയവരാണ് റബ്ബേ. പടച്ചോനെ നീ കൂലി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ സവാബ് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ പടച്ചവനെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നിസ്കാരമുള്ള ആൺമക്കളെ പെൺമക്കളെ റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. തലമറയ്ക്കാതെ നടക്കുന്ന നാളെ ആഖിറത്തിൽ തീന്റെ തട്ടം വാങ്ങിയിടേണ്ടി വരുന്ന പെൺമക്കളിൽ, സഹോദരിമാരിൽ ഞങ്ങളുടെ പെൺമക്കളെ ഭാര്യമാരെ, ഉമ്മമാരെ പെടുത്തല്ല റബ്ബേ. റബ്ബേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഇടപാടുകളിൽ, സ്ഥാപനങ്ങളിൽ റബ്ബേ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുടങ്ങാതെ ക്ലാസും മജ്‌ലിസൊക്കെ പങ്കാളിയാകുന്ന എത്ര മുഅ്മിനീങ്ങളാണ്, ഉമ്മമാർ, ഉപ്പമാരാണ് റബ്ബേ. എത്ര പേരാണ് സന്തോഷത്തോടെ കമന്റ് പറയുന്നത്, ആരക്കാൻ പറയുന്നത്, ഖൽബിൽ ദുആ കൊണ്ട് കാത്തിരിക്കുന്നവർ റബ്ബേ. മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്.
പഠിച്ചവരെ എല്ലാവിധ മുസീബാത്തുകളെ തൊട്ടും ഹിഫ്ദ് നൽകണേ അല്ലാഹുവേ ദുൽഹിജ്ജ മാസത്തിൽ റബ്ബേ ലക്ഷക്കണക്കിന് ഹാജിമാരാണ് പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലേക്ക് പോയിട്ടുള്ളത്, നിന്റെ അതിഥിയായി വന്നിട്ടുള്ളത്. എല്ലാ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും കബൂലിയത്ത് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് പോയവർക്ക് റബ്ബേ വല്ലാത്ത റാഹത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗം വാങ്ങി മടങ്ങി വന്ന് ഞങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. റബ്ബേ ഇനി താമസമില്ലാതെ വരുന്ന വർഷം തന്നെ ഞങ്ങൾക്ക് പോകാൻ ഭാഗ്യം തരണേ അല്ലാ. നിങ്ങളുടെ എല്ലാറ്റിനും ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ഒരു കൊതിയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മിക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء المرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.